മണിയാ അളിയ കുമാറ് ആടാളിയ ഇരി ആളാക്കി മാറിപ്പോയല്ലേ. എന്ത് പറയാനടാ സുഖന്നേ. സുഖം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇതെന്തോന്നുണ്ട്? ഇത് എൻ്റെ ആത്മകഥ. നിനക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നീയും കൂടെ അങ്ങനെ പറയരുത്. അല്ല, ഇവിടെ ചില നാട്ടുകാർ പറയുന്നതായിട്ട് നീ ഇത് ആത്മകഥയൊക്കെ എഴുതുന്നു. അല്ലെ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പിന്നെ നീ കൂടെ ആയാലും ഈ ബുക്കിന് പൂർണ്ണമാക്കാൻ നമ്മൾ തങ്ങളിലുള്ള സൗഹൃദം എന്നും നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നീ ഇല്ലാതെ എൻ്റെ കഥ പൂർണ്ണമാവോ? അതെനിക്കറിയാം. പക്ഷേ ഈ പരിസരത്ത് കള്ളമണിയും കയറാത്ത ഒരൊറ്റ വീടേ ഉള്ളൂ, അത് കുമാറിൻ്റെ വീടാണ്. അതാണ് നമ്മൾ തങ്ങളിലുള്ള സൗഹൃദം ഇന്നും നിലനിന്ന് പോകുന്നത്. അതാണ് ജീവിതം. എല്ലാം ഇങ്ങനെയല്ലേ, നീ വലിയ മുതലാളിയായി, ഞാനൊരു കള്ളനുമായി. ഒന്നും കാര്യമില്ല. നീ എൻ്റെ പഴയ മണിയനും ഞാൻ നിൻ്റെ പഴയ കുമാറും. അത് തന്നെയാണ് വലിയ കാര്യം. ഇല്ല, ഏത് ഭാഗത്തിൽ എന്നെക്കുറിച്ചുള്ള അളിനെ കുറിച്ച് എഴുതി വരേണ്ടതേ ഉള്ളൂ. ഇതിപ്പോൾ എന്നെക്കുറിച്ചുള്ള ചെറിയ നമ്പരൊക്കെ ഉള്ളൂ. എടാ മക്കളെ തങ്ക വാടാ, വാടാ പിണങ്ങാതെ വാ. ഇത് നമ്മുടെ ബാലകൃഷ്ണൻ്റെ മോൻ. ഇവൻ തന്നെ നമ്മളെ എഴുത്തുകാരേ, ഇവൻ തന്നെ എഴുതി പിടിപ്പിക്കണത്. അപ്പം പിന്നെ നിങ്ങളുടെ എഴുത്ത് നടക്കട്ടെ. എനിക്ക് 1-2 പരിപാടിയുണ്ട്. വന്നേ, വളരെ സന്തോഷം. ഓക്കെ വാടാ. ഞാനില്ല മാമ, ഇനി ഞാൻ വല്ല ഇവിടെ ഇരുന്ന് പറയും, നിങ്ങളെ പെമ്പറൊന്നും അത് കേൾക്കും, നിങ്ങൾക്ക് ഇടി കിട്ടി. എടാ അതൊക്കെ എനിക്ക് സ്ഥിരം ഉള്ളതല്ലടാ. ഈ വൈകിട്ട് നമുക്ക് ബാക്കിയോടെ എഴുതി പിടിക്കണം. വാ 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 ഇനി. മാമനെ പലവ്യഞ്ജൻ വാങ്ങാൻ പോണു. എടാ പപ്പനെ കട അടയ്ക്കാൻ 11 മണിയാവും. നമുക്കേ ഇന്ന് 2 കണ്ണി എഴുതണം. ഓ ഇയാളെ കൊണ്ട് താ ബുക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇന്ന് എന്തിനാണ് എഴുതാൻ പോണേ? ഞാനിത് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ട്. അതിൽ കുറേ ശിഷ്യന്മാർ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഒരു ശിഷ്യനുണ്ട്, അവൻ്റെ പേര് ബൈജു, കുമ്പിടി ബൈജു. കുമ്പിടി ബൈജു? അങ്ങനെയൊന്നും പറയരുത്, അവന് ദേഷ്യം വരും. പക്ഷേ ഭയങ്കര കുഴുത്തുരുമ്പാണ്. കുഴുത്തുരുമ്പാ? അവൻ ഒരിക്കൽ പോലീസിന് എന്നെ കൊട്ടിക്ക് കൊടുത്തു. പക്ഷെ നമ്പാൻ കൊള്ളില്ല. പക്ഷെ വിഷമെന്ന് വെച്ചാൽ ഒരുപാട് ചെറ്റയാണ്, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. എഴുതിക്കോ. കുറ്റാക്കുറ്റിരുട്ട് കരികളി വീണ വഴി. നിനക്കെങ്ങനെ മനസ്സിലായത് ആദ്യത്തെ വരികയാണെന്ന്? എൻ്റെ പൊന്നു മാമ, പട്ടാപ്പാൽ ആരെങ്കിലും മോട്ടിക്ക് ഇറങ്ങോ? നിനക്ക് ബുദ്ധിയുണ്ട്, എഴുത്. പക്ഷേ ഒരു കാര്യം, കുമ്പിടിയെ പറ്റി ഇതിൽ എഴുതാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. പണ്ട് ഞാൻ ഒളിവിലായിരുന്നപ്പോൾ പോലീസുകാരനെ ഒന്ന് 3/4 ചക്കരത്തിന് ചാരായം വാങ്ങിച്ച് ചൂപ്പിക്കൊണ്ടേ എന്നെ ഒറ്റിക്കൊടുത്തവനാണ്. ഇത്രയും ദ്രോഹിച്ചതിനെ കുറിച്ച് പിന്നെ എന്തിനു എഴുതണം? അല്ലല്ലോ, അങ്ങനെ പറയരുത്. പക്ഷെ അവനെ വെറുപ്പിക്കാൻ പറ്റൂല. മാമ ആരോ പറഞ്ഞുണ്ടല്ലോ, പോലീസെല്ലാം തന്നെ. ബൈജു മക്കളെ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. കാൾസറായി, നല്ല ഉടുപ്പ്, എല്ലാം ആശാന്റെ അനുഗ്രഹമല്ലേ. ഇതാണ് എൻ്റെ ചെറുക്കൻ ബൈജു. ഏത് നേരത്തെ പറഞ്ഞ കുമ്പിടി ബൈജുവാ? ആശാനെ ഇത് ഏത് പൈല്? ഇത് നമ്മുടെ തസ്കര സൂത്രം എഴുതുന്ന എഴുത്തുകാരനാണ് തങ്കൻ. ഇവ അത്ര വലിയ നല്ല തങ്കനൊന്നും അല്ല കണ്ടിട്ട്. അങ്ങ് വിടറ കൊച്ചു ചെറുക്കൻ. ആശാന് ഞാൻ ആശാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കണ്ട? ആനക്കുഴിമലയിലെ ക്ലീറ്റസ് മാറ്റിയ നാടൻ ചാരായം, പിന്നെ എൻ്റെ അറബി, അവിടെ നിന്ന് ഇബ്രാഹിം തന്നു വിട്ട സിഗരറ്റ് ഡേവിഡ് ഓഫ് കണ്ട. ഇതന്നെ ആക്ക് കൊണ്ട് കൊടുക്കും ഞാൻ. ആശാനെ ഞാൻ കോടാലി തൈലം എടുക്കാൻ മറന്നുപോയി ആശാനെ. കണ്ടിട്ട് ആശാൻ ഒരു കോടാലിയാണെന്നാണ് തോന്നണത്. എടാ ചെറുക്ക, ഞാൻ വന്ന നേരം പോലെ നീ ഇരുന്ന് ചോറിയാണ് കേട്ടാ. ഞാൻ ആരാണെന്നേ നിനക്ക് അറിഞ്ഞൂടാ. ആശാനെ ഇതാ ഇതിന്ന് 2 അടിക്ക് നല്ല സ്വയംഭം നാടൻ മാറ്റാണ്. ആടി ആശാനെ അങ്ങോട്ട്. നന്ദിയുള്ളവരാണ്ടാ. എൻ്റെ ആശാൻ ഒരു മാറ്റടിച്ച് എത്ര ദിവസമായെന്ന് അറിയണം. ഇങ്ങനെ അല്ലല്ല മാമ കുറച്ചു നേരത്തെ ഇങ്ങനെ കുറിച്ച് പറഞ്ഞത്. എന്താ ആശാൻ എന്നെ കുറിച്ച് പറഞ്ഞത്? ആശാനെ ഒന്ന് പറ, എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എൻ്റെ ആശാൻ ഞാൻ പറഞ്ഞുതരാം. മാമൻ ഓർമ്മ കാണൂല. തൊഴുത്തി കുത്തിന്ന കാല് വാരിന്ന എന്നൊക്കെയാണ് പറയണ കേട്ടാ. എടാ അത് പണ്ട് നീ എൻ്റെ കാലിൽ തൊഴുത്തി വെച്ച് തൊഴുതില്ലേ, അതുകൊണ്ട് നീ തൊഴുത്തി വെച്ച് എൻ്റെ കാല് തൊട്ടുന്നാണ് ഞാൻ പറഞ്ഞത്. അർത്ഥം ആശാൻ പിന്നെ കുടി 2 അടി അങ്ങോട്ട്. അങ്ങേരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അങ്ങേര് കൊണ്ടുവന്ന കുപ്പി വാങ്ങിച്ചടിക്കാൻ നാണം ഉണ്ടാ മാമന്?
ആഹാ. അപ്പൊ ആശ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അതായത് നിന്റെ അമ്മയും അച്ഛനും നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ആശാനെ, ഈ ചെറുക്കൻ പലവട്ടം പലതും പറഞ്ഞു. അപ്പൊ ഇതിന് കാര്യമായി എന്തോ ഉണ്ട്, എനിക്കത് അറിയണം. ചെറുക്കിന് പ്രാന്ത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പേര് കുമ്പിടി വൈദ്യതാണെന്നും നിങ്ങൾ പണ്ട് ഇയാളെ ഒറ്റിയിട്ടുണ്ടെന്നും കൂട്ടത്തിൽ കൂടാൻ കൊള്ളാത്തവനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളത്തിനും പറയൂല. അല്ലെങ്കിൽ ഞാൻ 10 ദിവസം മോട്ടിച്ചുണ്ടാക്കണത് നിങ്ങൾക്ക് ഭയങ്കര കണ്ണേടിയും കുന്നായ്മയും തന്നെ. എടാ ഈ പന്ന പൈലോടെ കേക്കാണോ നീ? മാമ, ഇയാളെ കള്ളിലും സിഗരറ്റിലും വീഴല്ലേ. ഒരിക്കൽ ചതിച്ചതാണെങ്കിൽ. ഓഹോ, താ എന്നോടുള്ള വൈരാഗ്യം മൊത്തം ഇവിടെ ഛർദ്ദിച്ചല്ലേ? അപ്പോ നീ കൂടുതൽ പറയണ്ട. നീ വലിയ ഹരിചന്ദനൊന്നും അല്ലല്ലോ. നീ പണ്ട് പോലീസിന് എത്ര പേർക്ക് എനിക്ക് ഒറ്റി കൊടുത്തേക്കണ് അല്ലേ? ചുമ്മാ അല്ലോ നന്നാകത്ത്. നീ പോടാ കുമ്പിടി വൈജു. ആശാനൊന്നും ഞാൻ നോക്കൂല, കുത്തി കേട്ടുകളയും പന്നി. പിന്നെ കണ്ടോളാം കേട്ടാ. പോട്ടോ മാമ, ഇങ്ങനെയുള്ളവനൊന്നും അടുപ്പിക്കണ്ട. പിന്നെ എൻ്റെ ഒരു കാര്യം പറയാമല്ലോ മാമ, ഞാൻ സത്യമായിട്ട് പറയുള്ളൂ. പോടാ നശൂലമ്മ, ഇനി എൻ്റെ കണ്ണുമേ കണ്ടുപോകരുത്. ഇനി എന്നെ മേലെ വിളിച്ചു പോരുത്. എന്നാ നടക്കുന്നു ഇയാളുടെ തസ്കര മൂത്രം. എഴുതാനും വായിക്കാനും അറിയാത്ത ഞാൻ ഈ തസ്കര സൂത്രം എങ്ങനെ പൂർത്തിയായി?